നടപടികൾ നേരിട്ട് തന്നെ കാണാം. ഒന്ന് സഭാ നടപടികൾ നേരിട്ട് കാണാം. എന്താണ് സഭയിൽ സംഭവിച്ചതെന്ന് കാണും. പോലീസ് ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങുന്നത് പറയപ്പെടുന്ന സംഭവം സംബന്ധിച്ചാണ്. ചട്ടം 50 പ്രകാരം സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യാൻ പര്യാപ്തമായ അടിയന്തര പ്രാധാന്യമില്ലാത്തതിനാൽ പ്രസ്തുത നോട്ടീസ് പരിഗണിക്കാൻ നിർവാഹമില്ലെന്ന് അറിയിക്കുന്നു. ആവശ്യമാണെങ്കിൽ നോട്ടീസ് നൽകിയ അംഗത്തിന് സബ്മിഷനായി വിഷയം ഉന്നയിക്കാം. ഓർഡർ യെസ് യെസ് സർ ചട്ടം ഫ്ലോർ ഓർഡർ ആക്കാൻ പറ പ്ലീസ് അദ്ദേഹം സംസാരിക്കട്ടെ. ചട്ടം 50 അനുസരിച്ചും ഈ റൂൾ ഓഫ് പ്രൊസീജിയർ അനുസരിച്ചും ഏത് പ്രൊവിഷൻ അനുസരിച്ചിട്ടാണ് ഇതുപോലത്തെ ഒരു നോട്ടീസ് കൊടുത്തപ്പോൾ വളരെ ഗുരുതരമായ ഒരു വിഷയമാണ് തന്നിരിക്കുന്നത്. ചട്ടം ലംഘിച്ച് നിയമം ലംഘിച്ച് പരോള് ക്രിമിനലുകൾക്ക് കൊടുത്ത് ക്രിമിനലുകൾ തെരുവിലിറങ്ങി കലാപം നടത്തുകയും ക്രിമിനൽ കുറ്റകൃത്യങ്ങളും ചെയ്യുകയും ചെയ്യുന്ന ഗൗരവതരമായ വിഷയമാണ് ഈ സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. സർക്കാരിന് സൗകര്യമില്ലാത്ത കാര്യങ്ങൾ നിയമസഭയിൽ ചർച്ച ചെയ്യില്ല എന്നാണോ? അല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ബഹുമാനപ്പെട്ട സ്പീക്കർ കുറേ ചർച്ചകൾ ഇവിടെ നടത്തി, ചർച്ചയ്ക്ക് എടുത്തു എന്ന് പറയുന്നു. സർക്കാരിന് സൗകര്യമില്ലാത്ത കാര്യങ്ങൾ നിയമസഭയിൽ ചർച്ച ചെയ്യില്ല എന്ന് പറഞ്ഞാൽ അടിയന്തര പ്രാധാന്യമില്ല എന്ന് പറയുന്നുള്ളൂ. അല്ല, ക്രിമിനലുകൾ തെരുവിലിറങ്ങിയാൽ അങ്ങയുടെ ടീമിനെ ഒന്ന് ഓർഡറാക്കി ഇരുത്തണം. അങ്ങയുടെ പി കെ ബഷീർ സീറ്റിലിരിക്കുന്നില്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിന് മൈക്ക് കിട്ടില്ല. അല്ല, അങ്ങനെ പറയില്ലേ? ഫ്ലോർ ഓർഡർ ആക്കണം. അദ്ദേഹം മുതിർന്ന അംഗമാണ്. നിങ്ങളുടെ ലീഡർക്ക് LOPക്ക് സംസാരിക്കാൻ നിങ്ങൾ അവസരം കൊടുക്കണം. നിങ്ങൾ തന്നെ ഫ്ലോറിൽ ഇറങ്ങിയാണെന്നാലോ? അദ്ദേഹം കൺക്ലൂഡ് ചെയ്യട്ടെ. ലെറ്റ് ഹിം കൺക്ലൂഡ്. യെസ്, ഞാൻ പറയുന്നത് 20 പോലീസിനെ സ്റ്റീൽ ബോംബ് എറിഞ്ഞിട്ട് 20 വർഷം കോടതി തടവിന് ശിക്ഷിച്ച ക്രിമിനലിനെ 1 മാസം തികയുന്നതിന് മുമ്പ് 2ഉം 3ഉം പ്രാവശ്യം പരോൾ കൊടുത്ത് അയാളെ തെരുവിലേക്ക് ഇറക്കിയിരിക്കുകയാണ്, സംഘർഷഭരിതമായ സ്ഥലത്ത്. അതിന് അടിയന്തര പ്രാധാന്യം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ സഭ കൂടുന്നത്? അവതരിപ്പിക്കൽ അദ്ദേഹം പറയട്ടെ, ക്ലാരിഫൈ ചെയ്യട്ടെ. ഈ പരോൾ അനുവദിക്കുന്നത്, പരോള് തടവുകാർക്ക് അനുവദിക്കുന്നതാണ്. അത് നിയമവും ചട്ടമൊക്കെ അനുസരിച്ചാണ് അനുവദിക്കുന്നത്. അനുവദിച്ചത് അവസാനം അനുവദിച്ചത് 8/1/2026 8/1. സാർ, അത് കഴിഞ്ഞ് സഭ ഇവിടെ 4 or 5 ദിവസം ചേർന്നു. 22-ാം തീയതി, ജനുവരി 22-ാം തീയതി ഇത്ര അടിയന്തര പ്രാധാന്യമുള്ളതാണെങ്കിൽ നോട്ടീസ് കൊടുക്കായിരുന്നു. നോട്ടീസ് പോലും കൊടുത്തില്ല. അന്ന് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് പോലും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഈ സഭയിൽ ചൂണ്ടിക്കാണിച്ചതാണ്. അപ്പൊ ഇപ്പോ വിഷയദാരിദ്ര്യം കൊണ്ടാണ് പ്രതിപക്ഷം നോൺ ഇഷ്യൂ ഉയർത്തിക്കൊണ്ടുവരുന്നത്. അങ്ങ് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. അവർക്ക് ഇത് ഉന്നയിക്കണമെങ്കിൽ സബ്മിഷൻ ഉന്നയിക്കുന്നതിന് ഞങ്ങൾക്ക് വിരോധമില്ല സർ, സർക്കാരിന് വിരോധമില്ല. അപ്പോ നേരത്തെ ഈ വിഷയം ഉണ്ടായിട്ടും അങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അടിയന്തര പ്രാധാന്യമുള്ളതാണെന്ന് തോന്നിയിരുന്നെങ്കിൽ 22 നോട്ടീസ് കൊടുക്കായിരുന്നല്ലോ. ഒരു നോട്ടീസ് കൊടുക്കാൻ പോലും അന്ന് തയ്യാറാവാതിരുന്ന ആളുകൾ ഇപ്പൊ ദാരിദ്ര്യം കൊണ്ടാണ് സർ വരുന്നത്. പിന്നെ ഒരു കാര്യം കൂടി ഇവർ പറയുമ്പോ എല്ലാം പറയണല്ലോ സർ. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ചീറ്റിംഗ് കേസിൽ ശിക്ഷിക്കപ്പെട്ട ശിക്ഷാളവ് കൊടുത്ത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന് അറിയാം ഈ വിഷയം ചർച്ചയ്ക്ക്. നോക്കൂ, പ്ലക്കാർഡുകൾ നോക്കൂ. ചർച്ചയ്ക്ക് ധൈര്യമില്ലേ? അതിനർത്ഥം നിങ്ങൾക്ക് തന്നെ അറിയാം ചർച്ച എടുക്കില്ല എന്ന്. കാരണം ചർച്ചയ്ക്ക് എടുക്കാൻ സാധിക്കാത്ത പോയിന്റ് കൊണ്ടുവന്ന് നിങ്ങൾ പ്ലക്കാർഡ് ഉയർത്തുകയാണ്. അപ്പൊ അതിന് വളരെ ക്ലിയർ ആണ്, പ്രീ പ്ലാൻഡ് ആണ്. യെസ്, ശ്രദ്ധ ക്ഷണിക്കൽ. ഞാൻ പറഞ്ഞല്ലോ, പ്രതിപക്ഷങ്ങൾക്ക് അറിയാം ഈ വിഷയം ഫ്ലോറിൽ വരില്ല. അതുകൊണ്ടാണല്ലോ പ്രിന്റഡ് പ്ലക്കാർഡ്. എങ്ങനെയാണ് പ്രിന്റഡ് പ്ലക്കാർഡ്? ഇവിടെ വല്ല മെഷീനറി ഉണ്ടോ? ഇവിടെ ഒരു മെഷീനറി ഇല്ലല്ലോ. നോക്കൂ, നിങ്ങൾ ഉയർത്തിയ പ്ലക്കാർഡുകൾ നോക്കൂ. നിങ്ങൾക്ക് തന്നെ അറിയാം. നിങ്ങൾ അതിൽ വരികൾ മാറ്റാവും. നോക്കൂ, ബഹുമാനപ്പെട്ട LOP നോക്കൂ. നിങ്ങൾ നോക്കൂ എന്താണ് ഉയർത്തിയ പ്ലക്കാർഡുകൾ. തന്നെ വളരെ കൃത്യമായി പറയുന്നു, നിങ്ങൾക്ക് ഈ വിഷയം ചർച്ച ചെയ്യണ്ട. നിങ്ങൾക്ക് ഈ വിഷയം ചർച്ച ചെയ്യാൻ ആഗ്രഹമില്ല. പകരം ഒരു സഭക്കകത്ത് റെക്കസ് ഉണ്ടാക്കാൻ. യെസ്, ഓർഡർ. ശ്രീ K. ബാബു നെന്മാറ, ശ്രദ്ധ ക്ഷണിക്കൽ. ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണം എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി. സഭയ്ക്കകത്ത് ചർച്ച ചെയ്യപ്പെടില്ല എന്ന വിഷയം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ വളരെ നേരത്തെ പ്രിന്റ് ചെയ്തിട്ടുള്ള പ്ലക്കാർഡുമായി ഈ സഭയെ നടത്തിക്കൊണ്ടുപോകാൻ സമ്മതിക്കില്ല എന്ന രൂപത്തിലേക്ക് വന്ന് ഇവിടെ ബഹളം സൃഷ്ടിക്കുന്നത്. സാർ, ഇത് നിരന്തരമാണ്. സാർ, ഈ നാട്ടിലെ ജനങ്ങളുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടില്ല സാർ. അതിന് പകരം നിരന്തര ബഹളം ഉണ്ടാക്കുകയാണ് സാർ. അതിന് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കുറഞ്ഞ ഫീസാണെങ്കിലും
സംസ്ഥാന സർക്കാരിന് 1 രൂപയുടെ വരുമാനം പോലും ലഭ്യമായിരുന്നില്ല അത്തരത്തിൽ ഫീസ് വർധനവിലൂടെ. ചില തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണെങ്കിൽ വർദ്ധിപ്പിച്ച ഫീസ് തങ്ങൾ വാങ്ങില്ലെന്ന് തീരുമാനിച്ചും ഇരുന്നു. ഇത് സംബന്ധിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും കെട്ടിട നിർമ്മാണ ഉടമകളിൽ നിന്നും നിരവധി പരാതികൾ ഉയർന്നു വന്നിരുന്നു. നിയമസഭയ്ക്കകത്തും പുറത്തും ഫീസ് വർധനവ് സംബന്ധിച്ച വിഷയം ചർച്ച ചെയ്യപ്പെട്ടു. സാർ, ജനപക്ഷ സർക്കാർ എന്ന നിലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ വർധനവിന്റെ 60% പിൻവലിച്ചുകൊണ്ട് 1/8/2024 മുതൽ പ്രാബല്യത്തിൽ കുറവ് വരുത്തുകയും ചെയ്തിരുന്നു. 10/4/2023 മുതൽ പ്രാബല്യത്തിലുണ്ടായിരുന്ന നിരക്ക് പ്രകാരം അപേക്ഷാ ഫീസ്, പെർമിറ്റ് ഫീസ് എന്നിവ ഒടുക്കിയവർക്ക് നിശ്ചയിച്ച നിരക്കിനേക്കാൾ അധികം ഈടാക്കിയ തുക തിരികെ നൽകുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അനുമതി നൽകുകയും ചെയ്തിരുന്നു. സാർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തനത് ഫണ്ടിൽ ലഭ്യത അനുസരിച്ച് ഇപ്പോഴും സഭയിൽ പ്രതിഷേധം തുടരുകയാണ്. റോഷിയുണ്ട്. റോഷി പാൽ, എന്താണ് സഭയിൽ വീണ്ടും സംഭവിക്കുന്നത്? അരുൺകുമാർ, നിയമസഭയ്ക്കകത്ത് പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. നിയമസഭയിൽ പ്രതിപക്ഷ അംഗങ്ങൾ, നടുത്തളത്തിൽ പ്രതിഷേധിക്കുന്ന പ്രതിപക്ഷ അംഗങ്ങൾ അവിടെ ബാനർ, ഇന്നെന്താ ചർച്ചയിലെ എന്ന ചോദ്യമുയർത്തിയുള്ള വലിയ ബാനറാണ്. ആ ബാനർ സ്പീക്കറുടെ മുഖം മറച്ചുകൊണ്ട് ആ ബാനർ ഉയർത്തിയുള്ള പ്രതിഷേധമാണ്. നേരത്തെ ഡയസിന് മുന്നിലേക്ക് മുൻവശത്തുകൂടി വലിഞ്ഞു കയറാൻ വേണ്ടി നേരത്തെ PK ബഷീർ ശ്രമിച്ചിരുന്നു. ആ ശ്രമിക്കുന്ന സമയത്താണ് പാർലമെന്ററി കാര്യമന്ത്രി MP രാജേഷ് പരിഹസിച്ചത്. ഉടുമുണ്ട് കാക്കണം എന്ന് പരിഹാസം ഉണ്ടായിരുന്നു. ഇപ്പോഴും ശക്തമായ പ്രതിഷേധമാണ് സഭയ്ക്ക്. നടുത്തളത്തിലുള്ള പ്രതിഷേധം ശക്തമായി തന്നെ പ്രതിഷേധം തുടരുകയാണ്. കാരണം സാധാരണഗതിയിൽ ഈ ശൂന്യവേളയിൽ ചർച്ച ചെയ്യാൻ പ്രതിപക്ഷം കൊണ്ടുവരുന്ന അടിയന്തര പ്രമേയ നോട്ടീസുകൾ കഴിഞ്ഞ കുറച്ചു കാലമായി സർക്കാർ ചർച്ചയ്ക്കെടുക്കാറുണ്ടായിരുന്നു. ഈ തവണ എന്തുകൊണ്ട് ചർച്ചയില്ലേ എന്ന ചോദ്യം പ്രതിപക്ഷം ഉയർത്തുകയാണ്. ഇതിൽ പരോൾ നൽകുന്നതിൽ ചട്ടങ്ങൾ കൃത്യമായി പാലിച്ചിട്ടുണ്ടെന്നാണ് പാർലമെന്ററി കാര്യ മന്ത്രി MP രാജേഷ് വിശദീകരിക്കുന്നത്. ഏതായാലും നോട്ടീസ് പരിഗണിച്ചില്ല. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ജയിൽ വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയുടെ പ്രതികരണം അതുകൊണ്ടാണ് ഇല്ലാത്തത്. ഏതായാലും പ്രതിപക്ഷം അവിടെ പ്രതിഷേധം അവസാനിപ്പിക്കില്ല. ഒരുപക്ഷെ പ്രതിപക്ഷം സഭാ നടപടികൾ ബഹിഷ്കരിക്കാനുള്ള സാധ്യതയുണ്ട്. ഇന്ന് ബജറ്റിന്മേലുള്ള പൊതു ചർച്ചയാണ് ഇന്ന് തുടങ്ങുന്നത്. ആ ചർച്ച അങ്ങനെയാണെങ്കിൽ പ്രതിപക്ഷത്തിന് നഷ്ടപ്പെടും. ഇനി ഇറങ്ങിപ്പോയാൽ പോവുകയാണെങ്കിൽ ചർച്ചയിൽ അവർക്ക് പങ്കെടുക്കാൻ കഴിയും. ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചകളാണ് ബജറ്റുമായി ബന്ധപ്പെട്ട് നടക്കേണ്ടത്. അതുകൊണ്ട് സഭാ നടപടികൾ പൂർണ്ണമായും പ്രതിപക്ഷം ബഹിഷ്കരിക്കാനുള്ള സാധ്യത കുറവാണ്. എന്നാൽ പോലും വലിയ പ്രതിഷേധം സഭയ്ക്കകത്ത് ഇപ്പോഴും തുടരുന്നുണ്ട്. അരുൺകുമാർ, ഓക്കെ, സഭയിൽ പ്രതിഷേധം തുടരുകയാണ്. MP രാജേഷിന്റെ ബൈറ്റ് കേൾക്കാം. മടിയിൽ സ്വർണത്തിന്റെ ഭാരം ഉണ്ടായിരുന്നത് കൊണ്ടാണോ സർ ഇന്ന് കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്നത് ഇന്നലത്തെ കേന്ദ്ര ബജറ്റിൽ കേരളത്തോട് കാണിച്ച ക്രൂരമായ അവഗണനയാണ്? ഞങ്ങൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ് എന്ന് എല്ലാവർക്കും സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നു. എല്ലാ മാധ്യമങ്ങളും മുഖപ്രസംഗം എഴുതിയിരിക്കുകയാണ്. ആ ദിവസമാണ് പ്രതിപക്ഷം ഒരു നോൺ ഇഷ്യൂ ഉയർത്തിക്കൊണ്ടുവന്ന് BJPയെ സഹായിക്കാൻ ചർച്ച വഴിതിരിച്ചുവിടാൻ ശ്രമിക്കുന്നത്. നിങ്ങൾക്ക് BJPയെ സഹായിക്കണം. നിങ്ങളും BJPയും ചേർന്ന് ഇത്രകാലം പറഞ്ഞതെല്ലാം തെറ്റാണ് എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. കേന്ദ്ര അവഗണന എത്ര ക്രൂരമാണ് എന്ന് എല്ലാവർക്കും സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നു. അതിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയിട്ടുള്ള നാടകമാണ് സാർ. ഇനി മറുപടിയിലേക്ക് വരാം. കേരള പഞ്ചായത്ത് മുനിസിപ്പൽ കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ പ്രകാരം പ്രതിപക്ഷം നടുത്തളത്തിൽ ഇറങ്ങിയിരിക്കുകയാണ്. വലിയ പ്രതിഷേധമാണ്. ഡയസിന് മുകളിലേക്ക് കയറാൻ ശ്രമിച്ചു PK ബഷീർ അടക്കമുള്ളവരെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ സഭയിലെ പ്രതിഷേധം തുടരുന്നു. നമുക്കൊരു ചെറിയ ഇടവേള എടുത്ത് തിരിച്ചു വരാം. അവിടെ പ്രതിഷേധമാണ്, പുറത്ത് സമരവുമുണ്ട്. ഇടവേള